അധികാരികളെ നിവൃത്തിയില്ലാത്തവനാണ്, പണിക്ക് പോകാൻ പാങ്ങില്ലാത്തവനാണ്. ഗതികെട്ടൊരുത്തൻ ജീവനൊടുക്കി മരവിച്ചു കിടക്കുമ്പോൾ മര്യാദകേട് പറഞ്ഞ അയാളെ ഇനിയും ആ കസേരയിൽ താൻ ഉളുപ്പുണ്ടോ? നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല ഏട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ. അപ്പൊ നടക്കട്ടെ. സർക്കാരിനും ജനത്തിനും അറിയാം അത്തപ്പാടി മനുഷ്യർക്ക് ആകെ ആശ്രയമായ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായെന്നും. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അതെന്തോന്ന് സാധനം? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കോഴിക്കോട്ടിൽ മനുഷ്യനൊരു ഭിന്നശേഷിക്കാരൻ കഴിക്കോലിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ട മരവിപ്പിലാണ് കേരളം. ടോക്കിയും കണ്ട് നിന്നാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊരുതരം യാന്ത്രിക ഭാഷയിൽ ആഴ്ചയിൽ ഒന്നുവെച്ച് വാർത്താമുറിയിൽ ഞങ്ങൾ പറയുമ്പോഴും എന്ന് ആരോ ചിലര് പറയുന്ന കേട്ടിട്ട് ഇവൻ വന്ന് എന്നോട് പറയായിരുന്നു. സാർ ഒരു വഴിപോക്കാണ്. അല്ല, ഞാൻ അവന്റെ ചേട്ടൻ. അതെന്റെ കുറ്റമല്ല. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ആഴ്ചകൾക്ക് മുൻപായി 77കാരൻ വയോധികൻ വടിയും കുത്തിപ്പിടിച്ച് ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ പടികേറി കരഞ്ഞതാണ്. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. അധികാരികളെ നിവൃത്തിയില്ലാത്തവനാണ്, പണിക്ക് പോകാൻ പാങ്ങില്ലാത്തവനാണ്. ആവാൻ സാധ്യതയുണ്ട്. പെൻഷൻ കിട്ടിയില്ലെങ്കിൽ വഴി കൊലക്കയറാണെന്നും കരഞ്ഞിട്ടെന്തോ കാട്ടായം കാട്ടിക്കൂട്ടിയ പ്രസിഡന്റ് മര്യാദയ്ക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ഇന്ന് പറയുകയാണ് ആത്മഹത്യക്ക് കാരണം ഒറ്റയ്ക്ക് വീട്ടിൽ ജീവിച്ചതിന്റെ ഏകാന്ത മനോവേദനയാകാം. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിനെ പറയുള്ളൂ, തെണ്ടി. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ രണ്ട് കഷ്ണക്കി കളഞ്ഞ. ഗതികെട്ടൊരുത്തൻ ജീവനൊടുക്കി മരവിച്ചു കിടക്കുമ്പോൾ മര്യാദകേട് പറഞ്ഞ അയാളെ ഇനിയും ആ കസേരയിൽ താൻ ഉളുപ്പുണ്ടോ? ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. ജോസഫിന്റെ വിലാപത്തിന് സമാനമായൊന്ന് മാസങ്ങൾക്ക് മാത്രം മുൻപ് കേരളം കേട്ടതാണ്. ഇതൊക്കെ എന്തിനാ താൻ അന്വേഷിക്കണേ? ഒരു സാമാന്യ മര്യാദക്ക് ഈ സർക്കാരിനെ പരാജയപ്പെടുത്തിയ സഹോദര, രണ്ടറ്റവും കൂടെ ഒത്തുവരാൻ തുടങ്ങിയ നേരത്താണല്ലോ എന്റെ ഭഗവാനെ ആ കഴുതക്ക് എന്റെ ഇങ്ങനെ ഒരു ബുദ്ധിമോശിക്കേട് കാണിക്കാൻ തോന്നിയത്. ഒന്നും ആത്മഹത്യകളല്ല, ലക്ഷണമൊത്ത ഭരണകൂട കൊലപാതകങ്ങളാണ്. കേന്ദ്രം കഴുത്തുമുറുക്കുകയാണെന്ന് പറഞ്ഞ് പിടിച്ചുപറിച്ച ഇന്ധനത്തിലെ അധിക നികുതി പണം എങ്ങോട്ടേക്ക് പോകുന്നുവെന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറച്ച് ഭ്രാന്തുണ്ട്. കേരളത്തോട് കണക്ക് നിരത്തണം ധനമന്ത്രി. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? പിന്നെ നീ കയറിയേക്കോ? 5 പൈസയ്ക്ക് ആവതില്ലാത്ത പരമസാധുക്കളുടെ കാര്യം വരുമ്പോൾ മാത്രം ദാരിദ്ര്യം പറയുന്ന സർക്കാർ ഇപ്പോഴും എന്തിനെന്നറിയാത്തൊരു നവകേരള ധൂർത്തയാത്രയ്ക്ക് പൊടിച്ച കോടികളൊക്കെ പിന്നെ മരമുലുത്തി ഉണ്ടാക്കിയതാണോ? ഒരു ക്രിസ്മസ് വിരുന്നങ്ങ് ഒഴിവാക്കിയാൽ, ഒരു ഫിലിം ഫെസ്റ്റിവൽ അങ്ങ് റദ്ദാക്കിയാൽ ഒരു ആകാശവും ഇടിഞ്ഞു വീഴില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി, നമ്മളീ നാട്ടുകാരനല്ലപ്പാ. മറിയക്കുട്ടിക്കെതിരെ ചട്ടിമറിയെന്ന് അധിക്ഷേപിച്ച വേട്ടയിൽ കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. തൈ വരുന്ന 26-ന് രാജ്ഭവനിലെ അധികാരിക്ക് കൊടുക്കാൻ സർക്കാരിന്റെ പക്കലുണ്ട് 20 ലക്ഷം. ഞാനൊരു പാവാ, എന്നെ അനാവശ്യമായി തെറ്റിദ്ധരിക്കരുത്. മനുഷ്യർ കൊലക്കേറെടുക്കുന്ന നാട്ടിൽ പൗരപ്രമുഖർക്ക് വിരുന്നൂട്ടാനാണത്ര ലക്ഷങ്ങൾ. മരുന്ന് വാങ്ങാൻ 10 രൂപയില്ലാത്ത മനുഷ്യർ കഴുക്കോലുകളിൽ കൊലക്കയർ നിരത്തുമ്പോൾ തോന്നുന്നത് വീണ്ടും ആഘോഷങ്ങൾ, വിരുന്നുകൾ, ഗീർവാണങ്ങളുടെ നവകേരളം. പണമില്ലാത്ത പെണ്ണാണ് ഇപ്പൊ സാറിന് മനസ്സിലായോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ ലക്ഷം നൽകണം. എന്നെ മനസ്സിലായില്ലേ? നീങ്കയാര് ഇതെന്നാട്ടോ? മയിലാട്ടോ പത്രിക, പുലിയാട്ടോ പത്രിക, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി.